ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഇന്നത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാതെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ ബീഫ് വാങ്ങിക്കാനായിട്ട് വന്നതാട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് ബീഫിൻ്റെ ഒരു സ്റ്റർ ഫ്രൈയും അതുപോലെ സ്റ്റിക്കി റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റാട്ടാ ഈ ഒരു സ്റ്റർ ഫ്രൈഡ് ബീഫ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് തരൂട്ടാ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വലിയ പീസ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും അതങ്ങനെ തിന്നാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തരണ കാരണം ഞാൻ എപ്പോഴും ഇവിടെ നിന്നാട്ടാ വാങ്ങിക്കൽ. അങ്ങനെ ബീഫ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നേരം ബീഫിൻ്റെ ഒപ്പം തന്നെ വേറെ 1-2 സാധനങ്ങളും കൂടിയിട്ട് മേടിക്കാനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു ഇവിടെ യൂക്കാലിപ്റ്റസിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടൂട്ടാ. അപ്പോൾ അതിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വിൽക്കണ ആ ഒരു ഷോപ്പുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇതിടയ്ക്ക് ഞാൻ വാങ്ങിക്കലുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലല്ല, നമ്മൾ കുറച്ചൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂക്കാലിപ്റ്റസിൻ്റെ സ്മെല്ലില്ലേ അത് വരും കേട്ടോ. നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുമൊന്നുമില്ല. ഞാനിതിപ്പോൾ സാധാരണ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിലെ ആൾക്കാർ ഈ നമ്മുടെ ഷവറിൽ ഇങ്ങനെ കൊളുത്തിയിടും കേട്ടോ. അപ്പോൾ ആ വെള്ളം വീഴുന്ന അതിൽ കൂടെ എന്തോ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവർ ആ ഷവറുമ്പോൾ അതിങ്ങനെ കൊളുത്തിയിടും. അപ്പോൾ നമ്മൾ ഈ വെള്ളം വീഴുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു യൂക്കാലിപ്റ്റസിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. ഞാനിതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞാനിത് സാധാരണ ഇങ്ങനെ ഒന്ന് ഇട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ബ്രാഞ്ചസ് ആയിട്ടാട്ടോ ഇത് കിട്ടുക. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ നേരത്തത് ഭയങ്കര ഇങ്ങനെ ഹൈറ്റ് കൂടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഐലൻഡിൻ്റെ മുകളിൽ വെക്കാൻ വാങ്ങിച്ചത് കാരണം അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതുമ്മേലേക്ക് ഇറക്കി വെച്ചെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴാ ഞാൻ ഈ ഒരു ഏറ്റവും താഴെയുള്ള കുറച്ച് ആ വെള്ളം മുങ്ങിയിരിക്കുന്ന ആ ഭാഗത്തുള്ള ആ ഒരു ഇലകളൊക്കെ ഒന്ന് അടർത്തി മാറ്റുകയാണ്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകട്ടാ. ഈ ഒരു ഇലയിലെ ഈ അടർത്തിയെടുക്കണ ഇല അങ്ങനെ കളയൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ അടർത്തിയെടുക്കുന്ന ഇലകൾ ഞാനൊരു ബൗളിലിട്ടിട്ട് അതെവിടെയെങ്കിലും വെക്കൂട്ടാ. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ്സും കൂടെ കൈ കൊണ്ടൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കില്ല, അങ്ങനെയും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഞാനത് കളയലില്ല. ഞാനതിങ്ങനെ ഒരു ബൗളിലിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് അങ്ങനെ വെക്കൂട്ടാ സ്മെല്ലിന് വേണ്ടിയിട്ട്. അതൊക്കെ റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടും ഇതിന് ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അതിങ്ങനെ കിച്ചൻ്റെ ഈ ഒരു ഐലൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബെറീസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അറേഞ്ച് ചെയ്ത് വെക്കാനെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ സിപ്ലോക്കിൻ്റെ ബാഗ്സ് നമുക്ക് ഐക്യയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടില്ലേ, അതിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ. ഇതിപ്പോൾ ഇന്ന് രാവിലെ പൊട്ടിച്ച പാക്കറ്റായത്. സാധാരണയായിട്ട് ഈ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാനിങ്ങനെ വെക്കലില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ പൊട്ടിച്ചിട്ട് അന്നേരം സമയം കിട്ടാഞ്ഞത് കാരണം പെട്ടെന്ന് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ സാധാരണ എന്തിനാ ഇങ്ങനെ സിപ്പ് ലോക്കിൻ്റെ ബാഗിലാക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരം എടുക്കാനുള്ള ആ ഒരു അളവിൽ നമ്മളിങ്ങനെ സിപ്പ് ലോക്കിൻ്റെ ബാഗിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമാട്ടാ. ഇങ്ങനെ അന്നേരം കവർ പൊട്ടിച്ചിട്ട് ആവശ്യമുള്ളത് അതും വന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഞാനിങ്ങനെ സാധാരണയായിട്ട് ഇതിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് സിപ്പ് ലോക്കിൻ്റെ ബാഗിൽ ഓരോ നേരം എടുക്കാനുള്ളത് അങ്ങനെ ആക്കി വെക്കുക കേട്ടോ ചെയ്യൽ. ഇതിപ്പോൾ എന്താ അറിയുമോ, ഞാൻ ഈ തിരിഞ്ഞ് പറക്കി എടുക്കുന്നത് ഇതിൽ ഈ സ്ട്രോബെറീസ് ചിലത് വലിയ പീസായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കപ്പിൽ അളന്നെടുക്കുമ്പോൾ അത് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അളവ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വലുതായിട്ടുള്ളതൊക്കെ ഓരോന്ന് വീതം ഓരോ കവറിൽ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെച്ചിട്ട് അളന്ന് ഓരോ കവറിലേക്ക് ഇട്ട് വെക്കണതാട്ടോ.
ഇതാ ഇങ്ങനെയാട്ടാ ഞാൻ ചെയ്യൽ. ഇതിപ്പോൾ ഒരു കപ്പില്ലേ, ഇതിനിപ്പോൾ ഒരു കവറിലേക്ക് ആക്കി വെക്കും. അപ്പോൾ ആ ഒരു കവറ് ഒരു നേരം ഉണ്ടാക്കാനായിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാൻ നേരത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യൽ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബനാനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. പക്ഷേ ബെറീസ് ഈ ഒരു അളവിൽ എടുക്കൽ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴെല്ലാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ തന്നെ ആട്ടാ ചെയ്യൽ, എപ്പോഴും ഇങ്ങനെ ആക്കി വെക്കലുണ്ട്. നേരത്തെ അതിൻ്റെ ആ ഒരു പാക്കറ്റില്ലേ, ഇത് വരുന്ന ആ ഒരു പാക്കറ്റുമ്പോൾ അങ്ങനെ ആക്കി വെക്കലില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ രാവിലെയൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും സമയം കാണില്ല, പുതിയ പാക്കറ്റെല്ലാം പൊട്ടിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവും. അതിനുശേഷം പിന്നീട് അത് മാറ്റി ഇതുപോലെ ഇങ്ങനെ സിപ്പ് ലോക്കിലാക്കി വെക്കലുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. രാവിലെ ഓരോരോ കവർ എടുത്ത് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്മൂത്തി ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ മറ്റേ കവറൊക്കെ പൊട്ടിച്ചിട്ട് രണ്ടിന്നും അത് മിക്സ്ഡ് ആയിട്ടല്ലേ വരിക. ഒന്നിൽ സ്ട്രോബെറീസും ബ്ലൂബെറീസും പിന്നെ ഒന്നിൽ ബ്ലൂബെറി ക്രാൻബെറി അങ്ങനെ ഒക്കെ പല ഇതിലാണ് വരിക. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 2 കവറിൽ നിന്നൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിയത് കാരണം ഇങ്ങനെ ചെയ്യണതാട്ടാ. പിന്നെ എന്താ ഈ ഒരു കവറില്ലേ സിപ്ലോക്ക്, ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളയൊന്നുമില്ല കേട്ടോ. 1-2 വട്ടമെല്ലാം വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കേടൊന്നും ആവുമൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ ബെറീസ് ഇട്ടിട്ട് ഫ്രീസറിലേക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കണതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കവർ വീണ്ടും യൂസ് ചെയ്യും. ഒരു 2-3 നമുക്ക് കാണുമ്പോൾ അറിയാലോ കേട് വന്നിട്ടുണ്ട്, അന്നേരം അത് ഒഴിവാക്കുക ചെയ്യൽ. ഇന്നിപ്പോൾ എന്തായാലും പുതിയ പാക്കറ്റിൽ നിന്ന് കവർ എടുക്കുക ചെയ്തിട്ടുള്ളത്. കാര്യം നേരത്തെ ഉണ്ടായിരുന്ന കവറൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബെറീസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ സിപ്പ് ലോക്കിലിട്ടിട്ട് ഇനിയിപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു കണ്ടെയ്നറിലിട്ടിട്ട് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് കുറച്ച് ചെടിയൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് നേരത്തെ രാവിലെ കാണിച്ചില്ലേ, ബീഫ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കഴുകിയിട്ട് നന്നാക്കി എടുത്തിട്ടുള്ള ബീഫിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആട്ടോ. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ 1 ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാട്ടാ, അതിൻ്റെ ഒരു അളവിലാണ് ചെയ്യണത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിസ്റ്റർ സോസാട്ടാ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലെ ഇതിപ്പോൾ വെജിറ്റേറിയൻ ഓയിസ്റ്റർ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഏത് ഓയിസ്റ്റർ സോസ് ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതായതുകൊണ്ട് ചേർത്ത് കൊടുക്കണതാട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് അതും 1 ടേബിൾ സ്പൂൺ തന്നെ. ഇതിൻ്റെ എല്ലാ അളവ് സെയിം ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം സോയ സോസ് 1 ടേബിൾ സ്പൂൺ എങ്കിൽ ബാക്കി എല്ലാതും അങ്ങനെ 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കൽ. പിന്നെ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് സെസമി ഓയിലാട്ടാ. അതായത് ശരിക്കും ഈ ഒരു സ്റ്റർ ഫ്രൈഡ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഫ്ലേവറായിട്ടാ മുന്നിട്ട് നിൽക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ സെസമി ഓയിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കൂടുതൽ. അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് 3 കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഇനി വെളുത്തുള്ളിയും ഉപ്പും കൂടിയിട്ട് ചേർക്കാനുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ കുറച്ച് നേരം ഒന്ന് റെഡിയായി വരാനായിട്ട്. പിന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ എങ്കിൽ ബീഫ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും കേട്ടോ. സ്റ്റർ ഫ്രൈഡ് ബീഫൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കല്ല, പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്പൈസി ഒന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും. പിന്നെ എന്താ പറയുക, നമുക്ക് വലിയവർക്ക്, എനിക്കിത് ഇഷ്ടമാണ്, ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഇത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആ ഇന്ത്യൻ ആ ഒരു മസാല ഇട്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ത്യൻ ആ ഒരു സ്പൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബീഫ് ഇഷ്ടമുള്ളൂ എന്ന്. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തതാണ് ഞാൻ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിലേക്ക് ഇനി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്നെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗാർലിക് പ്രസ്സിലിട്ടിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ
എന്താ പറയുക, കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് അതിൻ്റെയൊക്കെ ഒരു പകുതി ഇഞ്ചിയും കൂടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഇതിലേക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഞ്ചി ഒരു റെസിപ്പിയിൽ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ചെയ്യണത് കണ്ടില്ലേ, വെളുത്തുള്ളി ചെയ്തത് ഇത് ശരിക്കും ഗാർലിക് പ്രസ് ആണല്ലോ. ഇതിൽ വെളുത്തുള്ളി ചെയ്തതുപോലെ ഇഞ്ചി ചെയ്യാനായിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതാട്ടാ. ശരിക്കും പറയാൽ പൊട്ടത്തരം കാണിച്ചു കൂട്ടി എന്ന് പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഇതിലിട്ടിട്ട് ഇഞ്ചിയൊന്നും എനിക്കറിയില്ല, അത് കണ്ടില്ലേ ഞാൻ. അതുകൊണ്ട് ഇത് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി മാറ്റാത്തതാട്ടോ. അത് ഞാൻ പെട്ടെന്ന് ചെയ്തു എന്നേ ഉള്ളൂ. റെഡിയാവുമെന്ന് വെച്ചിട്ട് ആയോന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്. പക്ഷേ 4 വഴിക്കായി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ഇഞ്ചിയുടെ പകുതിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോവുകയും പിന്നെ അത് നന്നായിട്ടൊന്നും എന്താ പറയുക, വെളുത്തുള്ളി വരുന്ന പോലെ ഒന്നും ഇഞ്ചി വന്നിട്ടൊന്നുമില്ല. മാത്രമല്ല നല്ലോണം ബലം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായി അതൊന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ എന്തോ ജസ്റ്റ് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പൊട്ടത്തരം കാണിച്ചതാ, എളുപ്പത്തിന് വേണ്ടി ചെയ്തതാ. ഇനിയിപ്പോൾ ആദ്യം ക്രഷ് ചെയ്യണ്ടല്ലോ, ഇതിനകത്തിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ കാണിച്ചു കൂട്ടിയതാ. അതെന്തായാലും ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് മിക്സിയിൽ അന്നേരം നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാം വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള സ്റ്റിക്കി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. റെഡിയാക്കി എടുക്കാന്ന് വെച്ചാൽ ഇത് നമ്മൾ കുക്ക് ചെയ്യണതിന് മുന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് എല്ലാം ഇതും ഒന്ന് കുതിരാനായിട്ട് വെക്കണം. എന്നിട്ടാട്ടോ അത് കുക്ക് ചെയ്തെടുക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു റൈസ് കുക്കറിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസോളം ആണ് ഞാൻ സാധാരണയായിട്ട് എടുക്കുക കേട്ടോ. അതാ ഇവിടെ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. പിന്നിലെ ഈ ഒരു കത്തിനെ പറ്റിയിട്ട് കുറേ പേരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. റീസെൻ്റായിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പറയണതാട്ടോ. ഈ ഒരു കത്തിമ ഈ ഫ്രണ്ടിലുള്ള ആ ഒരു ഇതിലെല്ലാം വരുന്നത് സ്റ്റേക്ക് നൈഫ്സ് ആട്ടോ. അത് നമുക്ക് സ്റ്റേക്കൊക്കെ മുറിക്കാനായിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെജിറ്റബിൾസോ ഫിഷോ ഒന്നും മുറിക്കാനായിട്ട് ആ ഒരു 6 കത്തികൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മുന്നിലുള്ള 6 കത്തികൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നിലുള്ളതിൽ ഷാർപ്നറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, ബ്രെഡ് നൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നിലിരിക്കുന്നതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മൂർച്ച ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മൂർച്ച ആക്ച്വലി മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിടയ്ക്ക് മൂർച്ച ആ ഒരു ഷാർപ്നർ കാണിച്ചില്ലേ, അത് വെച്ചിട്ട് മൂർച്ച കൂട്ടലുണ്ട്. പിന്നെന്താ, പിന്നെ ഈ ഒരു പിങ്ക് കളറായത് കാരണം സ്റ്റെയിൻ പിടിക്കൂട്ട. അതിൽ നമ്മൾ എങ്ങാനും ഓയിൽ ഇപ്പം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഈ കത്തി സിങ്കുമ്മ കിടക്കണത് ഞാൻ കണ്ടില്ല. പക്ഷേ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് അതുമ്മ ഓയിൽ ഉണ്ടാവുമല്ലോ, അത് ആ പാത്രവും കൂടിയിട്ട് ഇതിൻ്റെ എങ്ങനെയോ മിക്സായി സിങ്കിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആ ഒരു യെല്ലോ സ്റ്റെയിൻ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കൈ കൊണ്ട് തേച്ച് കളയാനൊക്കെ നോക്കിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് പോയി കിട്ടിയത് ഞാൻ ഡിഷ് വാഷറിലേക്ക് വെച്ചു കേട്ടോ. ആ ഒരു കത്തി എടുത്തിട്ട് ഡിഷ് വാഷറിലേക്ക് വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അരിയിലെ സ്റ്റിക്കി റൈസ് ഇത് കഴുകുമ്പോൾ ആദ്യം നല്ല രീതിയിൽ വെള്ള കളറിൽ വരും കേട്ടോ. ഇത് ഈ വെള്ള കളറിൽ വരുന്ന ആ വെള്ളം നല്ലോണം ക്ലിയർ ആയതിന് ശേഷം മാത്രമാണ്, കഴുകി കളഞ്ഞിട്ട് ക്ലിയർ ആയതിന് ശേഷം മാത്രമായിട്ട് ഇത് കുതിർത്തി വയ്ക്കുക. ആ ഒരു വെളുത്ത് വരുന്നത് നല്ലോണം നമ്മൾ കഴുകി കളയണം. ഒരു 4-5 വട്ടമൊക്കെ കഴുകേണ്ടി വരും. അങ്ങനെയാട്ടെ ഈ ഒരു റൈസിൻ്റെ ഒരു ഇത്. അതിനിടയ്ക്ക് വെച്ചിട്ട് കത്തിയുടെ കാര്യത്തിനിടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് പറഞ്ഞതാണ്. പിന്നെ കത്തി പറയുകയാണെങ്കിൽ അതിന് ദുബായിലെന്തോ UAE അതിന് 340 ദിറംസ് എന്തോ ആ സെറ്റിന് എന്തോ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഞാനന്ന് ഇവിടെ വാങ്ങിക്കുമ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. എനിക്കത് കിട്ടിയിട്ടുണ്ടായത് ഇവിടുത്തെ ഡോളർ വെച്ച് നോക്കുകയാണെങ്കിൽ $89 $79 കുറേ മുന്നേ വാങ്ങിച്ചതാട്ടോ. അങ്ങനെ എന്തോ ആണ് ഇതിനായിട്ടുണ്ടായത്. സാധാരണ ഇതിൻ്റെ ഒരു യൂഷ്വൽ പ്രൈസ് കാണിക്കുക $150 അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ $140 ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആമസോണിൽ കണ്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു കത്തിയുടെ ഒരു സെറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ മുന്നിലിരിക്കുന്ന 6 കത്തിയും സ്റ്റേക്ക് നൈഫ്സ് ആണ്. അത് നമുക്ക് സ്റ്റേക്സൊക്കെ മുറിക്കാൻ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുക്കിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ നൈഫ് വെച്ചിട്ട്, അതിൻ്റെ ആ ഒരു എഡ്ജ് അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 6 കത്തി നോക്കണ്ട കേട്ടോ, അത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റേക്സിന് മാത്രം വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. കത്തി വയസ്സ് നോക്കുകയാണെങ്കിൽ, അല്ല മൂർച്ച നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമൊന്നുമില്ല, മൂർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെന്താ പിങ്ക്, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ. ഇനിയിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫ് ഒന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാസ്റ്റേൻ്റെ ഒരു പാത്രമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലാകുമ്പോൾ നമുക്ക് നല്ലോണം ബീഫ് ഒക്കെ നല്ലോണം അതിൻ്റെ സ്ലൈസസ് ഒക്കെ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബീഫ് ഇങ്ങനത്തെ ഒരു റെസിപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാസ്റ്റേൻ്റെ പാത്രങ്ങളാണ് യൂസ് ചെയ്യൽ. എല്ലാ പാത്രത്തിലും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടും, അത് കാരണം യൂസ് ചെയ്യണതാണ്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് അപ്പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. കാസ്റ്റ് ചെയ്യേണ്ട പാത്രം ആയതുകൊണ്ട് മാത്രം. നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഓയിൽ പിന്നെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതിൽ ഓൾറെഡി സെസമി ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബീഫെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തീയെ പിന്നെ ഇനി ഏറ്റവും കുറവ് തീയിലാട്ടാ വെക്കുക. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട്, വെള്ളം ഒഴിക്കില്ല, ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും. ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്നൊരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. ആ റൈസ് കുക്കറിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ബീഫ് ആവുന്ന ഒരു നേരം കൊണ്ട് അതവിടെ ഇരുന്ന് കുക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഞാൻ ആക്ച്വലി നമ്മുടെ പെപ്പർ പൗഡർ ഇല്ലേ, അത് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതിൽ പെപ്പറാണ് ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഈ ഒരു 10 മിനിറ്റ് കൊണ്ടായ ഒരു വെള്ളാട്ട, അത് വെന്തിട്ട് അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളാട്ട അതിൽ കാണുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ എന്താ പറയുക, പെപ്പറും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കവും പിന്നെന്താ സവോളയും പിന്നെ സ്പ്രിംഗ് ഒണിയനും ആട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു യെല്ലോ കളറിലുള്ള ഉള്ളിയില്ലേ, അതാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് ഈ ഒരു യെല്ലോ കളറിലെ ഉള്ളി തന്നെയാണ്. ഇപ്പോൾ ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ ആ റെഡ് കളറിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെ കുറച്ചുകൂടെ രസമാട്ടാ, ടേസ്റ്റിൽ കുറച്ച് കൂടുതൽ വരിക ഈ ഒരു യെല്ലോ കളറിലെ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ക്യാപ്സിക്കം ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുമ്മേ നമുക്ക് ചിലർ ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ. പക്ഷെ ഞാൻ ക്യാരറ്റ് ചേർക്കലില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മധുരം ഇല്ലേ, ക്യാരറ്റിൻ്റെ ആ ഒരു മധുരം എല്ലാം വരലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു പച്ചമുളകും കൂടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് ചേർത്ത് കൊടുക്കണതാ. പിന്നെ ലാസ്റ്റത്തെ കിച്ചൺ ടൂർ വീഡിയോയിലില്ലേ പാത്രങ്ങളെ പറ്റിയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1-2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാട്ടോ. പാത്രങ്ങളുടെ മുന്നേ ഞാനൊരു ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളുടെ ഒരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. വെജിറ്റബിൾസ് എല്ലാതും നീളത്തിലുള്ള പീസുകളായിട്ടാട്ടോ അരിഞ്ഞെടുക്കുക. പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നത് ക്യാൻഡിൽസിനെ പറ്റിയിട്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് സ്മെല്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഫ്രാഗ്രൻസ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡിയുടേത് മാത്രമല്ല ഒരുപാട് ക്യാൻഡിൽസിൻ്റെ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ കമൻറ്റിൽ ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലേ, എനിക്ക് ഞാൻ ഈ
ഇപ്പോൾ ഈ പറയണ പോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഉള്ള കമൻസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് വീഡിയോയിൽ പറയുന്നതാട്ടാ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോയിൽ പറയണതാണ്. കമൻറ്റിലാകുമ്പോൾ നമുക്ക് അത്രയധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടില്ലേ. ഇതാ ബീഫ് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, സോറി കേട്ടോ. ബീഫ് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാതും ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയും ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും എല്ലാതും ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബീഫ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിനിപ്പോൾ വേഗമായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം കേട്ടോ ഓപ്പൺ ചെയ്യണത്. ബീഫും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ചൂടായിട്ടുള്ള ചൂടോടെയുള്ള സ്റ്റിക്കി റൈസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കഴിക്കുക, അങ്ങനെ കേട്ടോ ചെയ്യുക. വേറെ ഒരു കറീൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇത്. ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വേറെ കുറച്ച് കാര്യങ്ങളുടെ ഇടയിൽ പെട്ട് തിരക്കായി പോയത് കാരണം വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണം ലേറ്റായി വീഡിയോ ഇടാൻ പറ്റാതായി പോയതാ. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഈ ഒരു ആഴ്ചയിൽ. എൻ്റെ വീഡിയോസിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇനിയും അങ്ങോട്ട് പറയാൻ മറക്കരുത്. അപ്പോഴാണ് എനിക്ക് വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.